സ്റ്റെഫിൻ കൂടി രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന്. സ്റ്റെഫിൻ ഇന്നലെ തൊട്ട് ആ വീടിനെ ചുറ്റിപ്പറ്റി ചില നിരാശയുടെ ഒക്കെ ഒരു മേഘങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ രാവിലെ VD സതീശന് മുഖം കൊടുക്കാതെ അദ്ദേഹം പോയതാണോ എന്ന് സംശയമുണ്ടായി. പക്ഷെ 12:15 സതീശൻ എത്തുമെന്ന് പറഞ്ഞു. 12:30 എത്തി, കണ്ടു. ഉച്ചയ്ക്ക് ശേഷം ദീപാദാസ് മുൻഷി എത്തി. അവിടുത്തെ പരിഭവങ്ങളുടെ അന്തരീക്ഷമൊക്കെ മാറുന്നുണ്ടോ? എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പമുള്ളവരിൽ നിന്ന്? ഏതായാലും നേരത്തെ മാർഷൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മഞ്ഞുരുകലിൻ്റെ ഒരു അന്തരീക്ഷം തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ വീട്ടിന് മുന്നിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹവുമായി ഏറെ അടുപ്പമുള്ള നേതാക്കൾ എപ്പോഴും ഇവിടെയുണ്ട്. ജ്യോതികുമാർ ചാമക്കാല, അൻവർ സാദ്, അബിൻ വർക്കി തുടങ്ങിയ നിയുക്ത MLA-മാരൊക്കെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഉള്ളത്. നേരത്തെ AICCയുടെ പ്രതിനിധികൾ, പ്രത്യേകിച്ചും ദീപാദാസ് മുൻഷിയും അതോടൊപ്പം AICC സെക്രട്ടറിമാരായിട്ടുള്ള 3 പേരും ഇവിടെ എത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം ഇറങ്ങുമ്പോൾ അവർ പ്രതികരിച്ചത് മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹമാണ് കൃത്യമായിട്ടുള്ള മറുപടി നൽകേണ്ടത് എന്നുള്ളതാണ്. കാരണം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചില ഉപാധികൾ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് വെച്ചിട്ടുണ്ടാകാം. ഏതായാലും ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് രമേശ് ചെന്നിത്തല VD സതീശൻ മുഖ്യമന്ത്രിയായിട്ടുള്ള മന്ത്രിസഭയുടെ അംഗമായി തന്നെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഏതായാലും ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിട്ടുള്ള പല ആവശ്യങ്ങൾ, ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണം നടക്കമുള്ള ആവശ്യങ്ങളുണ്ട്. അതിലൊക്കെ എന്ത് തീരുമാനം ഇനി ഹൈക്കമാൻഡേയും പാർട്ടിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതും കണ്ട് അറിയേണ്ടതാണ്. ഏതായാലും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം 28ാം വയസ്സിൽ മന്ത്രിസ്ഥാനത്തേക്ക് വന്നയാളാണ്. അത്രയധികം ഏറ്റവും മുതിർന്ന നേതാവാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പട്ടിക എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മുതിർന്ന ഒരു 3 നേതാക്കന്മാർ അല്ലെങ്കിൽ 4 നേതാക്കന്മാരുടെ പട്ടിക എടുത്ത് അതായത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി അതിലൊന്നും തന്നെ യാതൊരു സംശയവുമില്ല. നേരത്തെ മാർഷൽ സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിച്ച് കൂടെ കൊണ്ടുപോകേണ്ടത് കോൺഗ്രസിന്റെയും VD സതീശന്റെയും ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇടഞ്ഞ രമേശ് ചെന്നിത്തല നിൽക്കുന്നത് അത് പ്രതിപക്ഷ ആരോപണങ്ങളെക്കാൾ കൂടുതൽ ദോഷം ചെയ്യും കോൺഗ്രസിന്. അത് കൃത്യമായ ബോധ്യം VD സതീശൻ കോൺഗ്രസ് നേതൃത്വത്തിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തന്നെയായിരിക്കും ആ ഒരു തീരുമാനം ഉണ്ടാകുക. അതിനുവേണ്ടിയുള്ള അനുനയ ശ്രമങ്ങൾ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആഭ്യന്തര വകുപ്പിൽ അദ്ദേഹം വരും, അല്ലെങ്കിൽ അതിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ആദ്യം വരുമെന്ന ചില സൂചനകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കന്റോൺമെന്റ് ഹൗസിലേക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിരുന്നു, മുഖ്യമന്ത്രി ആശംസ അറിയിച്ചിരുന്നു. എന്നാൽ അല്പം മുമ്പാണ് IG ഗുഗുലോത്ത് ലക്ഷ്മണൻ ഇവിടെ വന്ന് രമേശ് ചെന്നിത്തലയെ കണ്ട് ഒരു ബൊക്കെയൊക്കെ നൽകി, ഉപഹാരം നൽകി അദ്ദേഹത്തിന് ആശംസ അറിയിച്ച് മടങ്ങിയത്. ഒപ്പം നേരത്തെ പോലീസ് അസൂര്യനുമായി ബന്ധപ്പെട്ട് നിന്ന കോൺഗ്രസ് അനുകൂല നേതാക്കൾ അവരെല്ലാം തന്നെ രമേശ് ചെന്നിത്തലയെ കണ്ട് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. അതോടൊപ്പം അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളെല്ലാം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി വീണ്ടും രമേശ് ചെന്നിത്തല ഉണ്ടാകും. അതിൽ ഉറപ്പിച്ച് പറയാനുള്ളൊരു കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും മഹാനായ കോൺഗ്രസിന്റെ ഒരു നേതാവ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പാണ് ആഭ്യന്തരം. അതുകൊണ്ട് തന്നെ അതിൽ കുറഞ്ഞൊരു വകുപ്പിലേക്ക് രമേശ് ചെന്നിത്തല പോകില്ല എന്നൊരു വിലയിരുത്തലാണ് RC ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില ഉപാധികളുണ്ട്. അത് രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചു പേരുടെ പ്രാതിനിധ്യം, അതെല്ലാം എന്താകും, അല്ലെങ്കിൽ അതിലെല്ലാം എന്ത് തീരുമാനം പാർട്ടിയുടെ ഭാഗത്തു നിന്നും വരുമെന്നുള്ളതാണ് കാണാൻ.